ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്താണ്. കൂരിയാട് ഭാഗത്ത് വീണ്ടും കുറച്ച് പുതിയ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താൽക്കാലികമായിട്ട് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഴയ ഹൈവേന്റെ ഭാഗത്തു നിന്നുള്ള മണ്ണുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളാണെന്ന് നമ്മൾ കാണുന്നത്. അതിന്റെ മുന്നേ നമുക്ക് കുറച്ച് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള കുറച്ച് ഫോൾട്ടുകളായ ഒരു ഭാഗം കാണിക്കാൻ. ഞാൻ കക്കാട് ഭാഗത്ത് കുറച്ച് വീതി കുറഞ്ഞ രീതിയിൽ സർവീസ് റോഡിന്റെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് നമുക്ക് കൂരിയാട് ഭാഗത്ത് പുതുതായിട്ട് നടക്കുന്ന വർക്കിലേക്ക് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ കക്കാട് ഭാഗത്ത് സർവീസ് റോഡിന്റെ ഒരു വീതി. എന്താണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു വാഹനത്തിന് കഷ്ടിച്ച് കടന്നു പോകാനുള്ള ഒരു വീതി മാത്രമാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ല നിങ്ങള്? ഒരു വാഹനം കഷ്ടിച്ച് കടന്നു പോകാനുള്ളൂ. ഇവിടെ തന്നെയാണ് ഇതിന്റെ ഡ്രൈനേജ് വരുന്നത്. കണ്ടില്ല? ഡ്രൈനേജും ഇവിടെ വലിയൊരു ടാങ്കർ ലോറി വരുന്നുണ്ട്. ആ ടാങ്കർ ലോറി പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് പകുതി ഡ്രൈനേജിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. അത്ര വീതി കുറച്ചിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്തതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഈ ഭാഗത്ത് ഇത്രയും വലിയ ഒന്നും സംഭവിക്കുന്ന ഒരു സ്ഥലം ഒന്നുമല്ല. ഇവിടെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ പഴയ ഹൈവേ ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് ഇവിടെ മാത്രം ഇത്രയും വീതി കുറച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ കമന്റ് ചെയ്യും. അതിലേറെ നല്ലത് അറിയണവരുണ്ടെങ്കിലും ഒന്ന് പറയാ. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് കടന്നു പോയാൽ ആ ഓട്ടോ വരുന്നത് കണ്ടില്ല? ആ ഓട്ടോക്ക് കറക്റ്റാ. ഈ ഡ്രൈനേജിന്റെ ഹോളാണ് ഈ കാണുന്നത്. റോഡിന്റെ ഏകദേശം ഒരു സെന്റർ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു വളരെ കുറഞ്ഞ ഭാഗത്ത് ആണ് ടാർ ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയൊരു ഹൈവേ നിർമ്മിച്ച് അതിന്റെ ശേഷമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സർവീസ് റോഡൊക്കെ നല്ല ഫ്രീ ആയിട്ട് വാഹനങ്ങൾക്ക് പോവാന്. ഇപ്പൊ കണ്ടില്ലേ? ഈ ലോറിക്ക് പോകാനുള്ള ഒരു വീതി പോലും ഇല്ല. അത്രയും ചെറിയൊരു സർവീസ് റോഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. പല ഭാഗത്തും പല രീതിയിലാണ് ഹൈവേന്റെ വീതിയും വലുപ്പമൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ഐഡിയയും കാണുന്നില്ല. ആ സെന്റർ ഭാഗത്ത് ഏകദേശം 1.5 മീറ്ററൊക്കെയാണ് ടാർ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഭാഗം ഡ്രൈനേജിന്റെ സ്ലാബാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് കൂരിയാട് ഭാഗത്തേക്ക് പോവാം. കൂരിയാട് ഭാഗത്ത് ഇപ്പോൾ വൺ സൈഡില് മണ്ണ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. താൽക്കാലികമായിട്ട് സർവീസ് റോഡ് വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് ആക്കുന്ന ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആണ് നടക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. പല രീതിയിലുള്ള എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരും വന്ന് പല കാര്യങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള വളരെ പ്ലാനഡ് ആയിട്ടാണ് ഇവിടെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്നാണ് ഇപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ പഠിക്കുന്നത്. പല രീതിയിലും പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് അവർ ഈ കട്ട വെച്ചുള്ള വർക്ക് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം പൈലിങ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കൂരിയാട് ഭാഗം. അവിടെ ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള വർക്കുകൾ ഒട്ടും അനുയോജ്യമല്ല എന്നാണ് വേറെ പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ പേരിൽ വന്നുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്നത് ഇപ്പോൾ ഇവിടെയുള്ള മണ്ണ് എടുത്തു കൊണ്ടുപോകാൻ വരുന്ന ലോറിയാണ്. NRCLന്റെ കമ്പനീൻ്റെയാണ്. എങ്ങോട്ടാണ് മണ്ണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ ഇതിൻ്റെ താഴ്ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. താഴ്ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ പാടത്തിൻ്റെ ഭാഗത്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സേഫ്റ്റി വാളാണ് ഇവർ ചെയ്യുന്നത്. ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റുന്നു. ഇപ്പോൾ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പുതിയ പാലമാണ് ഇവിടെ കൂടുതലായിട്ടും വരാൻ സാധ്യത. അങ്ങനെയാണ് ആളുകളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയുന്നത്. ഇവിടെ വയഡക്റ്റ് പാലം നിർബന്ധമായിട്ടും വരണമെന്നാണ് ആളുകളുടെ ഇവിടെയുള്ള പ്രതിഷേധം തന്നെ
അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ വർക്കുകൾ ആണ് ഇനി അടുത്തതായിട്ടുള്ള പ്ലാനിങ് വരാനുള്ളത്. വളരെ വേഗത്തിൽ വന്നാൽ നാട്ടുകാർക്കും ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ വളരെ പ്രയോജനമായിരിക്കും. വളരെ പ്രയാസത്തിലാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള യാത്ര. ഇപ്പോൾ മമ്പുറം വഴി അങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെയാണ്, VK പടി വഴി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കോഴിക്കോടേക്ക് പോകുന്നത്. അത് വളരെ ചെറിയ റോഡാവുന്നത് കൊണ്ട്, ആ ഭാഗത്തിലൂടെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് ആ ഭാഗത്തിലൂടെയുള്ള യാത്രകൾ വളരെ പ്രയാസമാണ്. രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഇവിടുന്ന് ഇടിഞ്ഞു പോയൊരു ഭാഗം. ഈ ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഫസ്റ്റ് സംഭവിച്ചത്. ഈ ഭാഗത്തു നിന്നായിരുന്നു, ഇവിടെയായിരുന്നു താഴ്ഭാഗത്തൊരു കാറൊക്കെ പെട്ടുപോയത്. അപ്പോൾ അന്നൊന്നും ഇത്ര വിശദമായിട്ട് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം നമ്മൾ ഒന്നുകൂടെ നല്ല രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇവിടെ കാണാം പൊട്ടി കിടക്കുന്ന ഒരു ഭാഗം. ഇവിടെയൊക്കെ ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തു നിന്നാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ താഴ്ന്ന ഭാഗം ഇവിടെ തന്നെ കാണാം. ആ ഭാഗത്ത് ഇറ്റാച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ മണ്ണെടുത്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴ്ഭാഗത്ത് കൊണ്ടുപോയിടുകയാണ്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആ താൽക്കാലികമായിട്ടുള്ള ഒരു സർവീസ് റോഡിൻ്റെ ഭാഗത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇടേണ്ടത്. ഇനി വീണ്ടും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, പുതിയ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇവിടെ നല്ല ചളിയാണ്. വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര പ്രയാസത്തിലാണ് വീഡിയോ ഒക്കെ എടുത്തത്. ഇവിടെ കാണാം ഒരു ഗ്യാപ്പ് വന്നൊരു ഭാഗം. ആ ഗ്യാപ്പ് വന്ന ഭാഗം പോലും പൊട്ടിപ്പോയിട്ടുണ്ട് അങ്ങോട്ട്. ഇതാണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഈ സൈഡിലാണ് ഇങ്ങനെയുള്ള വർക്കുകൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് മുകളിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്നിട്ട് ലോറിയിൽ കൊണ്ടുവന്നിട്ട് താഴെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കണ്ടില്ലേ വരുന്ന വണ്ടി, അങ്ങനെയുള്ള ഭാഗത്ത് തട്ടി കൊടുക്കണേ. ആ മണ്ണെടുത്തിട്ട് ഇവിടുന്ന് നേരെ പാടത്തിൻ്റെ സൈഡിലേക്ക് വീണ്ടും ഇറ്റാച്ചി ഉപയോഗിച്ച് എടുത്ത് മാറ്റാണ്. എന്നിട്ട് ഈ വഴി താൽക്കാലികമായിട്ട് വാഹനങ്ങൾ പോകാനുള്ള ഒരു വഴി ഒരുക്കുകയാണെന്ന് കാണാം നമുക്ക്. ഈ ഭാഗത്തും അങ്ങനെ ഉള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക്. ആ ഭാഗത്തുനിന്നും മണ്ണ് കൊണ്ടുവന്ന് സർവീസ് റോഡിൽ തട്ടിയതിന് ശേഷം ഇറ്റാച്ചി ഉപയോഗിച്ച് സൈഡിലേക്ക് തട്ടുന്നുണ്ട്. തട്ടിയതിന് ശേഷമാണ് ഈ ഭാഗത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തുകയാണ്. ഈ റോഡിന്റെ ഹൈറ്റ് കുറക്കുകയാണ്, ബാക്കിയുള്ള ഭാഗത്തെ ഹൈറ്റ് കുറക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം കുറേ ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. കട്ട വെച്ച ഭാഗം തന്നെ കട്ടയൊക്കെ എടുത്ത് മാറ്റി ഇവിടെ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. ഹൈറ്റ് കുറച്ചതിന് ശേഷം ഇവിടെയുള്ള മണ്ണ് താഴ്ഭാഗത്തേക്ക് ഇട്ടിട്ടാണ് ഈ ഭാഗവും ബലപ്പെടുത്താണ്. താൽക്കാലികമായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു വഴി ഒരുക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാള് പൊട്ടിച്ചതൊക്കെ ഇവിടെ കൂട്ടിയിട്ടത് കാണാം, വേസ്റ്റുകൾ. അങ്ങനെയുള്ളൊരു വർക്കാണ്. കുറച്ച് ഭാഗം അവിടെ വീണ്ടും ജോയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തേനെ. ഇതാ ഇവിടെ നിന്നുള്ള മണ്ണാണ് ഈ പോകുന്നൊക്കെ. ഈ സൈഡിലേക്ക് 2 വണ്ടിയുണ്ട്. ഇതാ അടുത്ത വണ്ടി ഇതാ റെഡി ആയിരിക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് ഒരു ഇറ്റാച്ചി ഇവിടുന്ന് കോരി കൊടുക്കുന്നുണ്ട്. ആ സൈഡിലേക്ക് അപ്പുറത്തേക്കുള്ള വണ്ടികൾ വെച്ചിട്ട് അപ്പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണാം മണ്ണ് കൊണ്ടുവന്ന് തട്ടി കൊടുക്കുന്നത്. അത് നേരെ എടുത്തിട്ട് പാടത്തെ സൈഡിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഭാഗം ഒന്ന് ബലപ്പെടുത്തി കൊണ്ടുവരികയാണ്, സ്ട്രോങ് ആക്കിയതിന് ശേഷം ഈ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലേക്ക് മാറ്റാണ്. ഈ ഭാഗത്ത് ഹൈറ്റ് കൂടിയ വാളായതുകൊണ്ട് ഈ വാളിന്റെ ഹൈറ്റ് കുറക്കുന്നുണ്ട്. കാണാം നമുക്ക് ഇവിടുന്നൊക്കെ എടുത്ത് പോയത്. ഇതാണിപ്പോൾ നമ്മുടെ കൂരിയാട് ഉള്ളൊരു സ്ഥിതിഗതികൾ. മഴ ആയതുകൊണ്ട് തന്നെ പാടം ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. കാണാം നമുക്ക് ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട് ഈ മൺകൂന കാണുന്ന ഈ ഭാഗത്ത്. പക്ഷെ തോടൊന്നും ഇപ്പോൾ കാണുന്നില്ല, അത്രക്കും വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ. ഈ
ഈ സൈഡിലേക്കുള്ള പാടത്തുള്ള ഒരു കാഴ്ചയാണിത്. ഫുള്ളായിട്ട് വെള്ളം കയറി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് വീഡിയോ എടുക്കാൻ പോയുള്ളൊരു അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചളിയിലൊക്കെ പോയിട്ട് നടന്നൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് യാത്രകൾ മുന്നോട്ട് സാധ്യമാകൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. താഴ്ഭാഗത്തു നിന്നുള്ള സൈഡിൽ പൊട്ടിപ്പോയത് ഭാഗവും അവിടെ പുതുതായിട്ട് വീണ്ടും പൊട്ടി വീണത്, പാടത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. അവിടെയാണ് പുതുതായിട്ട് പൊട്ടി വീണത് ഭാഗം വീണ്ടും. ഇവിടെ ഒരു കാഴ്ച കാണാം. ലോക്ക് ചെയ്യാതെ ഒരു ലൈനായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് മുകളിലേക്ക് പോയ ഒരു ഭാഗം കാണാം. നമ്മുടെ സാധാ മതിൽ കെട്ടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജോയിന്റ് പിടുത്തങ്ങൾ ഉണ്ടാവും. ഇത് അവിടം വരെ കാണാം. ഒരു ലോക്കില്ലാതെ ഒരു ലെറ്റ് ലൈനായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പുറത്തും കാണാം. അങ്ങനെ ഇവിടുന്ന് താഴ്ഭാഗത്തു നിന്നും മുകൾ ഭാഗം വരെയാണ് ഇങ്ങനെ ലോക്കില്ലാതെ കിടക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത ഉള്ളത്. പിടുത്തമില്ലാതെ തള്ളിപ്പോകുന്ന ഭാഗം. പിന്നെ ഈ കട്ടക്കൊക്കെ സെൻറ്റർ ഭാഗങ്ങളൊക്കെ അധിക ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥ സംഘങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അവരതിനെ പറ്റി ഫോട്ടോ എടുത്തും അതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാവിധ കട്ടകളും പൊട്ടിയിട്ടാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ അടുത്തുള്ള കട്ടകൾ മുഴുവനും പൊട്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ അതിനെ പറ്റിയുള്ള ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥ സംഘം അവിടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് സംഭവിച്ച്, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, ആളുകളൊക്കെ അതിനെ പല അഭിപ്രായങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെയാണ് കൂടുതലായിട്ട് താന്നത്. ഈ ഭാഗത്തായിരുന്നു കാറൊക്കെ പെട്ടുപോയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന്. അന്നേരം ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇവിടെയാണ് ഫസ്റ്റ് പൊട്ടി വീണ ഒരു ഭാഗം. കണ്ടില്ലേ, വളരെ കുറഞ്ഞ ആഴത്തിലേക്കാണ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത്രയും വലിയ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാം എല്ലാ കട്ടകളും പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വിണ്ട് പൊട്ടി പോയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ്റെ ഉറപ്പിനെ പറ്റിയും ആ സംഘം പരിശോധിക്കുന്നുണ്ട്. എത്രത്തോളം ഇത് ഫിറ്റാണ് ഇവിടെ എന്നുള്ളതൊക്കെ അതിനെ പറ്റിയുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ എടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ മണ്ണ് വീണ ഭാഗത്തേക്ക് പോയി നോക്കാം നമുക്ക്. ഇതാണ് ഇവിടെ രണ്ടാമതായിട്ട് പൊട്ടി വീണത്. കാണാൻ മണ്ണും കല്ലൊക്കെ ഒരുമിച്ചാണ് വീണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൂടെയുള്ള സർവീസ് റോഡിലൂടെയുള്ള യാത്ര പറ്റാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താൽക്കാലികമായിട്ടുള്ള ഒരു വഴി ഒരുക്കുന്നത്. ഇതിൻ്റെ പകുതിയോളം ഭിത്തി ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ പകുതി മുക്കാലും മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം ആയിരിക്കും ആ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ. ഇതുപോലുള്ള ഈ ഭാഗത്തേക്കാണ് അവർ മണ്ണിട്ട് കൊടുക്കുന്നത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗത്തേക്കാണ് ഇവിടുന്ന് മുകളിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുപോയിട്ട് താഴെ ഭാഗത്തിട്ടിട്ട് ഈ ഭാഗവും സ്ട്രോങ് ആക്കുകയാണ്. എന്നിട്ട് ഇതിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു രീതിയിലേക്ക് ആക്കുകയാണ്.
വന്നിട്ടുള്ളത് NHIയുടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഇതിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിനെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണെന്നൊക്കെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് നോക്കുകയാണ്. അവർ എഴുതിയെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കൂരിയാട് ഭാഗത്തു നിന്നുള്ളൊരു പുതിയ കാഴ്ച. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.